ഇത് നമ്മുടെ വണ്ടർഫോളിന്റെ പാർട്ട് 2 വീഡിയോ. വെള്ളത്തിൽ കിടന്നൊന്ന് അടിച്ചു പൊളിക്കുമ്പോഴായിരുന്നു അവന്റെ എൻട്രി. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. പുറത്ത് നോക്കുമ്പോൾ ശരിക്കും ഒരു റോബോട്ടിനെ കണക്കുണ്ടെങ്കിലും അകത്തൊരു മനുഷ്യൻ. അച്ഛനൊരു ഷെയ്ക്കാൻ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും വാട്ടർഫോളിലോട്ട് വെള്ളത്തിൽ ഇറങ്ങുന്ന ഡ്രസ് എല്ലാം നനയാണ്. ഇവിടെ തന്നെ ഡ്രസ്സിംഗ് റൂം, ഇവിടെയായിട്ട് ഒരു DJ സെറ്റപ്പ് ഉണ്ട്. അവിടെ വന്നിട്ട് നമുക്ക് ഡാൻസ് എല്ലാം കളിക്കാം. അങ്ങനെ ഇപ്പൊ ഡ്രസ് എല്ലാം മാറി വാട്ടർഫോളിൽ നിന്ന് പോകും. വാട്ടർഫോളിൽ നിന്ന് എക്സിറ്റിലോട്ട് പോയി കഴിയുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊരു സ്ട്രീറ്റ് ആണ്. അവിടെ ഉണ്ടായിരുന്ന കസേരയിൽ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അങ്ങനെ ഇപ്പൊ വീണ്ടും നടത്ത സ്റ്റാർട്ട് ചെയ്തു. ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ വേണ്ടി ഫോട്ടോസ് എടുക്കാനുള്ള അടിപൊളി ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വന്നപ്പോഴാണ് ലൈറ്റ് എല്ലാം വെച്ച് ആർച്ച് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് മൊത്തം നടന്ന് കാണാനുള്ള കാഴ്ചകൾ. ഇവിടെയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ കണിക്കൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വരുവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. അതുപോലത്തെ വിഷയം ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ക്യൂട്ട് റാബിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ അടുത്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ അതിന്റെ ഇടയിലെ സായന റാബിറ്റിനെ പിടിച്ചാൽ ഇടിച്ചു. ചെറിയ ചെറുക്കയില്ലെന്ന് പറഞ്ഞൊന്ന് മെയിൻ ആവാൻ നോക്കി. ആ ചെറുക്കൻ അവന്റെ വാപ്പാനെ മൂത്താപ്പാനെ ഒക്കെ വിളിച്ചോണ്ട് ആകെ മൊത്തം പ്രശ്നമായി. ഒരു വീഡിയോ കണ്ടപ്പോ സായന അതിന്റെ അകത്ത് കയറി വിളിച്ചു. അതൊക്കെ കഴിഞ്ഞ് ശരീരം നടക്കാൻ വേണ്ടി ഒരു ഐസ്ക്രീം. ഇതിന്റെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഒരുപാട് ഫുഡ് കോർട്സും കടകളൊക്കെയാണ്. ഇവിടെയാണ് മുല്ലക്ക ചെറുപ്പ് കണക്കാണ് സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ രാജസ്ഥാനിലെ ഭായിമാരുടെ അച്ചാറൊക്കെ വാങ്ങിക്കും. ഈ കാണുന്ന ഡ്രാഗണിലും ജെയിന്റിലും ഒന്ന് ഫ്രീ ആയിട്ട് കയറാം. അങ്ങനെ ഫസ്റ്റ് ഡ്രാഗണിൽ നിന്ന് തന്നെ ഇതാണ് നമ്മുടെ ജെയിന്റിന്റെ ഡ്രൈവർ. അങ്ങനെ ഇപ്പൊ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ താഫിലാണ്. അവിടുന്ന് മന്തി കഴിച്ച് ഞങ്ങളെ വീട്ടിലോട്ട് വന്നു.